അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ TV ഓൺ ആക്കുകയാണ്. ഇപ്പോൾ അധികം TV ഓൺ ആക്കി വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്യൽ. ഒന്നില്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ പഴയ സിനിമ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഉപകാരമാണ് എന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്തു. പിന്നെ നമ്മുടെ ചട്ടി വെക്കുകയാണ്. ചട്ടി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ചിമ്മിനി ഓൺ ആക്കാറുണ്ട് കേട്ടോ, ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ചിമ്മിനിയിലെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഉപകാരമാണ് കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടു. ഉള്ളി മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് നമ്മൾ നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ TV ന്യൂസാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുള്ളത്. നമ്മുടെ TV ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ടും കാണാം, ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് കാണാം. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണല്ലോ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാണാൻ നല്ല സുഖമാണ്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചിട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് വഴറ്റിയിട്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അങ്ങനെ എല്ലാ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിനുശേഷം തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അത് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അരി ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് പാത്രത്തിലിട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ ഇട്ടിട്ടുള്ള ഈ കുർത്ത സെറ്റ് ഈ ഒരു ചൂട് കാലത്ത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഈ വീഡിയോയിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കാം. കോട്ടൺ കുർത്ത സെറ്റാണ്. അപ്പോൾ ഞാൻ നെയ്ച്ചോറിലേക്കുള്ള വെള്ളം ഒന്ന് ഇൻഡക്ഷൻ അടുപ്പിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും പെട്ടെന്നായി കിട്ടുമല്ലോ. അതിനുശേഷം നമ്മളെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് മസാലയൊക്കെ നല്ലോണം പിടിക്കും. പിന്നെ കറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിക്കലാണ്. പിന്നെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു. പിന്നെ നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള എല്ലാ സ്പൈസസും റെഡിയാക്കി വെച്ചു. ഉള്ളി അരിഞ്ഞ് വെച്ചു, ക്യാരറ്റും അരിഞ്ഞതും എല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഞാനിന്ന് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം നെയ്ച്ചോറൊക്കെ കുക്കറിലാണ് വെക്കൽ. എനിക്ക് ഭയങ്കര അരി നല്ല സോഫ്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട് ചോറ്. അപ്പോൾ അധികം ഇപ്പോൾ കുക്കറിലാണ് വെക്കൽ. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു. നമ്മുടെ അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. കിച്ചണൊന്നിങ്ങനെ ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ ഞാൻ ചോറ് വെന്തിട്ട് ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ 2 പോട്ടും തന്നെ അതേപോലെ കുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോയിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഉള്ളി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സുർക്കയൊക്കെ ഒഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.